ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. തന്ത്രി കണ്ഠരര് രാജീവരരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി ഷമീർ ടി പി ചേരുന്നു. ഷമീർ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, തന്ത്രിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തന്ത്രിയുടെ അഭിഭാഷകൻ ജഡ്ജിക്ക് മുമ്പാകെ പറഞ്ഞത് ഇദ്ദേഹത്തിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ജഡ്ജി ഈ ആവശ്യം നിരാകരിച്ചു. ആവശ്യമെങ്കിൽ ആശുപത്രി പ്രവേശിപ്പിക്കാം, നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കടുത്ത പ്രമേഹ രോഗിയാണ്, അതുകൊണ്ട് ജയിലിലേക്ക് അയക്കാൻ കഴിയില്ല എന്ന് തുടരെ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞുവെങ്കിലും ആവശ്യമെങ്കിൽ അത് നോക്കാം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ മാസം 23 വരെയാണ് ഈ റിമാൻഡ് നീട്ടിയിരിക്കുന്നത്. 23-ാം തീയതി വരെ റിമാൻഡിലായിരിക്കും തന്ത്രി. തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ജയിലിൽ വൈദ്യസഹായം നൽകാമെന്നും കോടതി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഇതിനുശേഷം കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ SIT നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. SP ശശിധരൻ അടക്കമുള്ള ആളുകൾ ഈ തന്ത്രിക്കൊപ്പം ഇവിടെ അനുഗമിച്ച കൊല്ലത്തെ വിജിലൻസ് ജഡ്ജിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് മടക്കി കൊണ്ടുപോയി. എന്തായാലും അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ കുറ്റം, അതും ശബരിമലയിൽ അയ്യപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കാണുന്ന തന്ത്രിയാണ് ഇത്തരത്തിൽ കുറ്റകരമായ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിലെ 13-ാം പ്രതിയാണ് തന്ത്രി രാജീവരൻ. ഹർഷൻ.